നിങ്ങൾ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക. കാരണം അസുഖങ്ങൾ ആർക്കും എപ്പോഴും വരാവുന്നതാണ്. വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അൺസർട്ടൺ ആയിട്ടുള്ള ഭീമമായ ചിലവുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കുന്നത്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും PED, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്. ഈ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് PED. എന്താണ് PED? ഇൻഷുറൻസ് കമ്പനികളുടെ അടിസ്ഥാനത്തിൽ PED എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് പ്രൊലോങ്ഡ് ആയിട്ട് മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള അസുഖങ്ങൾ, അതായത് BP ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഡയബറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ക്യാൻസർ തുടങ്ങിയ പ്രൊലോങ്ഡ് ആയിട്ട് മരുന്ന് കഴിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അതിന് സാധ്യത ഉണ്ട്, നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, അതിന് മരുന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് അറിയാമെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ഈ സംഗതി ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കമ്പനിയുമായിട്ട് അത് ഷെയർ ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. പലരും അത് ഡിസ്ക്ലോസ് ചെയ്യാതെയാണ് പോളിസി എടുക്കുന്നത്. പിന്നീട് ക്ലെയിമിന് പോകുമ്പോൾ ക്ലെയിം ഡിനൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് നിരസിക്കുന്നതിനും പോളിസി തന്നെ ക്യാൻസൽ ആകുന്നതിനും അതിന് കാരണമാകാൻ സാധ്യതയുണ്ട്. മുമ്പേ നമുക്കുള്ള ഡിസീസുകൾ ഡിസ്ക്ലോസ് ചെയ്ത് എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതിനുള്ള പ്രൊവിഷനുകളുണ്ട്, ഓപ്ഷനുകളുണ്ട്. പ്രധാനമായിട്ടും 2-3 ഓപ്ഷനുകൾ ഞാൻ പറയാം. ഒന്ന്, ലോക്കിംഗ് പീരീഡാണ്. അതായത് നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ അതൊരു ലോക്കിംഗ് പീരീഡ് വെക്കും, ഒരു 2 വർഷത്തേക്ക്. അതിന് ശേഷം അത് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്, ക്യാഷ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ക്ലെയിം വിത്ത് റൈഡറാണ്. അതായത് ഡേ 1 മുതൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും. പക്ഷേ അതിൻ്റെ അത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. എന്നിരുന്നാലും ക്ലെയിം നിരസിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് വരുന്നത് കോ പേയ്മെൻറ്റ് സിസ്റ്റമാണ്. കോ പേയ്മെൻറ്റ് സിസ്റ്റം പറയുന്നത് അത് പ്രീ ഡിറ്റർമിൻഡ് പ്രൊപ്പോർഷൻ അടിസ്ഥാനത്തിൽ, അതായത് മുമ്പേ നിശ്ചയിച്ച ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഫോർ എക്സാമ്പിൾ, കമ്പനി 50%, നിങ്ങൾ 50%. അതായത് ഈ അസുഖത്തിന് നിങ്ങൾ ക്ലെയിം ചെയ്യപ്പെടുമ്പോൾ നേരത്തെ നിശ്ചയിച്ച ആ ശതമാനം കമ്പനി നിങ്ങൾക്ക് തരുന്നതാണ്. അത് 50% ആണെങ്കിൽ അത്, അല്ലെങ്കിൽ 60 ആണെങ്കിൽ അത് എത്രയാണോ മുന്നേ നിശ്ചയിച്ചതാണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഏതായാലും ഇത്തരത്തിലുള്ള ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. അത് മുൻകൂട്ടി ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും നമ്മെ അവ്യക്തമായ അല്ലെങ്കിൽ അൺസർട്ടൺ ആയിട്ടുള്ള ചെലവുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഹെൽത്ത് ചെലവുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹെൽത്ത് ഇഷ്യൂസ് ആർക്കും എപ്പോഴും വരാവുന്നതാണ്. വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ നമ്മളുടെ പക്കലുണ്ടായിരിക്കേണ്ടതാണ്. അത് നമ്മളെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നതുകൊണ്ട് തന്നെ.